ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. വൻ ഉരുൾപൊട്ടലിന്റെ ഭീതി മാറും മുൻപ് വീണ്ടും ഭീതി ജനിപ്പിച്ച് വയനാട്ടിൽ വിവിധയിടങ്ങളിൽ നേരിയ ഭൂചലനമുണ്ടായതായി പ്രദേശവാസികൾ. എന്നാൽ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമില്ല. അതേസമയം വയനാട്ടിലുണ്ടായത് ഭൂചലനം അല്ലെന്നും കേരളത്തിലെ ഒരു ഭൂചലൻ മാപിനിയിലും ഇന്ന് ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും നാഷണൽ സീസ്മോളജിക് സെന്റർ അറിയിച്ചു. ഇത് ഉരുൾപൊട്ടലിന്റെ തുടർച്ചയായുണ്ടാകുന്ന പ്രതിഭാസം മാത്രമാണ്. ഉരുൾപൊട്ടലിനെ തുടർന്ന് ഭൂമിക്കടിയിലെ പാളികൾക്ക് സ്ഥാനചലനങ്ങളുണ്ടാകും. അത് പൂർവ്വസ്ഥിതിയിലാകുന്ന പ്രതിഭാസമാണിതെന്ന് ദേശീയ ഭൂചലന പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഒ.പി. മിശ്ര പറഞ്ഞു. സ്വകാര്യ ഭൂചലൻ നിരീക്ഷകരും ഇത്തരമൊരു വിവരം ലഭിച്ചതായി അറിയിച്ചിട്ടില്ലെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ റിപ്പോർട്ട് ചെയ്യുന്നു. തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ആയതിനാൽ ഇത് ഭൂചലനമല്ലെന്നും ഭൂമുഴക്കമാണെന്നുമാണ് നിഗമനം. രാവിലെ 10 മണിക്കു ശേഷമാണ് ഇടിമുഴക്കം പോലെ ശബ്ദം കേട്ടത്. അമ്പുകുത്തിമലയുടെ താഴ്വാരങ്ങളിൽ വിറയൽ അനുഭവപ്പെട്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. നെന്മേനി വില്ലേജിലെ പടിപ്പറമ്പ്, അമ്പുകുത്തി, അമ്പലവയൽ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടു. വൈത്തിരി താലൂക്കിന് കീഴിൽ പൊഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധഗിരി പ്രദേശത്തും അച്ചൂരാൻ വില്ലേജ് ഉൾപ്പെടുന്ന സേട്ടുകുന്ന് പ്രദേശത്തും വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. വെങ്ങപ്പള്ളി വില്ലേജിൽ കാരാറ്റപ്പടി, മൈലാടിപ്പടി, ചോലപ്പുറം, തെക്കുംതറ എന്നിവിടങ്ങളിലും ചെറിയ മുഴക്കവും ഇളക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.